ഗൈസ് അസ്സലാമു അപ്പോൾ നമ്മൾ അവിടെ ചെറിയൊരു പാർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. മുറ്റത്തെ മുല്ലേക്ക് മണലില്ല എന്നാണ് പറയല്. പക്ഷേ ഇവിടെ നമുക്ക് നല്ല മണാട്ടോ. നമ്മൾ അങ്ങോട്ട് പോയി നോക്കട്ടെ. എന്താ സംഭവം നോക്കാം. പാർക്ക് എന്നൊക്കെ പറയുന്നത് പോയി നോക്കട്ടെ. അപ്പോൾ അത് പോണ സന്തോഷമാണ് കേട്ടോ. അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് പറഞ്ഞിട്ടാണ് പോണത്. പക്ഷേ അവിടെ എന്താ ഉള്ളത് ഏതാ ഉള്ളതൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മളിങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അമ്മയും മൂത്തിയൊക്കെ മുന്നിൽ പോയിക്കണേ. ഞാനും നാത്തൂനാണുള്ളത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോയിൽ വന്ന് കൂടും കേട്ടോ. ആദ്യം ഭയങ്കര കുറവാണ്. ഇപ്പോൾ കുറവൊക്കെ പോയിക്കും. അപ്പം ഞാൻ ബാക്കിയുള്ള വീഡിയോ നമുക്ക് അവിടെ ചെന്നിട്ടേക്കാം. നമ്മൾ ഏകദേശം ഇതായി പാർക്കിൻ്റെ മുൻപിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പാർക്ക് എന്നൊന്നും പറയാൻ മാത്രമില്ല, എന്നാലും വെറുതെ എങ്ങനെ ഇതാണ് സംഭവം. മൂത്തവിടെ ആരും ഇല്ലല്ലോ. കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാനോ റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലം കേട്ടോ. എന്നാലും നമുക്കൊരു എൻജോയ് ചെയ്യാം, ചെറുതായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. അല്ല അവിടെ പോയി എടി വിൽസ് നിൽക്കും നോക്ക്. മക്കളെ അത് ആദ്യമായിട്ട് കണ്ടിട്ടേ അതിപ്പോൾ തീരെ നോക്കാം കേട്ടോ. അപ്പോൾ ബീച്ചിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവിടത്തേക്ക് പൈസ ചിലവാക്കാതെ നമ്മളങ്ങോട്ട് കൊണ്ടുവന്നത് നമ്മളെ മദർ തെരേസ കാത്ത് കേട്ടോ. ഇവിടെ എന്താ ഉള്ളത് കാണാൻ? അപ്പോൾ മുകളിലൊക്കെ ഉണ്ട് എന്തല്ലോ. മുകളിലൊക്കെ ഒന്ന് കയറി വെക്കണം. അവിടെ എന്തെങ്കിലും ഉണ്ടോ കാണാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അതാണ് കേട്ടോ സംഭവം. അബ്ദുറഹ്മാൻ പാർക്കാണ്. ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാം. കുട്ടികൾക്ക് എൻജോയ് ആയി എന്തായാലും. സത്യം പറയാനല്ലോ ഇവിടെ ഇങ്ങനെ ഈ കപ്പിൾസുകൾ ജോലിക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലത്ത്. പിന്നെ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ടൈമിലൊക്കെ ഇങ്ങനെ ഒക്കെ വന്നിട്ടുണ്ട്. അതേക്കെ ഒരു ഫീലിംഗ് പോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ സ്റ്റേജൊക്കെ ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമൊക്കെ. ഇവിടെ ലൈറ്റും ഫാനൊക്കെ ഉണ്ട്. അത് മക്കൾക്ക് വേണ്ടി കേട്ടോ. ഐഫിയും വീഡിയോ ഒക്കെ അങ്ങനെ ഓടി കളിക്കുക. ബിൽസ് ഇവിടെ അപ്പോൾ അതാ ആങ്ങളുടെ ചെറിയ മോനിക്ക് പനിയാണ്. അപ്പോൾ അതുകൊണ്ട് ആൾ സൈലൻ്റ് ആയിട്ട് കാണിട്ടോ. അങ്ങനെ നമുക്ക് സത്യമായിട്ട് ചിരി വരാം കേട്ടോ. തന്നെ എന്തെല്ലാക്കോ സംഭവങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ട് മനസ്സിലെന്തൊക്കെയോ ആഗ്രഹിച്ച് വന്നതാണ്. ഇരുത്തം കണ്ടിട്ട് പാവം തോന്നുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്. പക്ഷേ നമുക്ക് നമുക്ക് ബീച്ചിലേക്ക് വയ്ക്കാം. ഫോട്ടോസുകളൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഇവിടെ തരുന്ന ഫോട്ടോസ് പല മോഡലിൽ നമുക്ക് ഫോട്ടോസുകളൊക്കെ എടുക്കാം. അതിന് പറ്റിയ സ്ഥലങ്ങളാണ് ഉണ്ടോ. ഞാൻ കണ്ട് ടൈമിൽ പറ്റി പിടിച്ച് കയറാനുള്ള പ്ലാനാണ് നമുക്ക്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്. എന്തായാലും കയറാൻ പോവേനെ ഞാൻ വീഡിയോ എടുക്കലാണ്ട് മൂപ്പര് വേഗം അങ്ങോട്ടേക്ക് അതാ കണ്ടോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്. വീട്ടില്ലെങ്കിൽ അള്ളാഹു വലവുക അത് കഴിച്ചിലായാൽ മതി. മക്കൾക്ക് കാണിച്ചു കൊടുക്കട്ടെ സംഭവം. എന്താവും ആവും എന്തായാലും വേണ്ടില്ല. പറ്റി പിടിച്ച് കയറുന്നുണ്ട്. എന്തായാലും എല്ലാത്തിനും പിടിച്ച് കയറ്റണുണ്ട്. അപ്പം അത് ഒരാൾ മരത്തുമ്പോൾ കയറിക്കട് അടുത്താൾ കയറാനുള്ള പ്ലാനാണ് കേട്ടോ. മക്കൾക്ക് സ്കൂളിലാതായാലും മക്കൾ ഇങ്ങനെയാണല്ലോ വീട്ടിൽ വെറിഞ്ഞ് കളിക്കില്ല. അപ്പം അതിന് വേണ്ടി ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇതായിക്കോട്ടെ കൊണ്ടുവന്നത്. അപ്പം അതാ രണ്ടാൾ കയറിയിരിക്കുന്നുണ്ട്. ടൈഫ് ഭയങ്കര അടി അടിക്കുന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട്. നൈഫ കയറി പൈഫ കയറുന്നുണ്ട് കേട്ടോ. വിഗോ എന്തോന്നൊന്നും അറിയില്ല കയറുന്നുണ്ട്. കഴിഞ്ഞാ അപ്പോൾ ലൈസൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഐഫ ലൈസ് ഒന്ന് കാട്ട്. 10 ലൈസ് വാങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ പീടികളൊന്നും ഇല്ല കേട്ടോ അടുത്തൊന്നും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുള്ളൂ. അപ്പം അമ്മ ലൈസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പം അമ്മൻ്റെ എടുത്തിനെ പോയി നോക്കാൻ പോയത് കേട്ടോ. ഇടുന്നതിൻ്റെ എടുത്തി വന്നിട്ട് കൂടെ. പക്ഷെ മുപ്പര് അവിടേക്ക് മാറിയിരിക്കുകയാണ് വീഡിയോയിൽ കുടുങ്ങി വെച്ചിട്ട്. ഇവിടെ സംഭവം നല്ല കാണാൻ മാത്രമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മുകളിലേക്കൊക്കെ ഇവിടെ ഷട്ടർ താത്തതിനെ കൊണ്ടാണ് മുകളിൽ കയറാൻ പറ്റാത്തത്. വേറെ ഒന്നും കിട്ടാത്തതിനോടെ കിട്ടിയ ലൈസും കൊണ്ട് അടിച്ച് വിളിക്കണം. എന്തെല്ലാമോ മനസ്സിലാച്ച് വന്നതാണ്. ഒരു ഐശ്വര്യ പോലും ഇല്ല ഇവിടെ. എന്നില്ലാത്തൊരു ലൈസ് വെച്ച് ഒപ്പിക്കണം അമ്മ. പൈസ ചിലവാകുക പറഞ്ഞാണ്ട് എല്ലാവരും കൂട്ടി ഇതൊക്കെ വന്നതാട്ടോ. मेरे पैर ना जमीन ते लग दे तुम्हारियां. അപ്പോൾ രാത്രി നൈറ്റ് ആയിട്ടുണ്ട്. നൈറ്റിൽ നല്ല ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. എല്ലാം അപ്പം ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമാട്ടോ. പോകാണ് കേട്ടോ. അപ്പോൾ കുറേ നേരമായി വന്നിട്ട് ഒരുപാട് ടൈം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പോകാൻ
കാക്ക വണ്ടിയിലാട്ടോ വന്നത്. കാക്ക വണ്ടി എടുത്ത് പോകുന്നു. നമ്മൾ പിന്നെ നടന്ന് നമ്മളിത് അതിലേ ഇങ്ങനെ കുറേ അങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തേക്കാണ്. നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോയി കൊണ്ട് നിൽക്കാണ്ട്. അപ്പോൾ അത് അവരൊരു വരവുണ്ട് ഇവിടെ. അപ്പോൾ ആ വരവ് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഏകദേശം എത്താനായിട്ട് നമ്മളെ വീടിൻ്റെ ഭാഗത്ത്